പോവുകയാണ്. എന്ത് സ്വാതന്ത്ര്യം? സന്തോഷായി. ഞാനും ബോർഡൊക്കെ മടക്കി വെച്ച് ഞാനങ്ങോട്ട് എണീറ്റ് എല്ലാവർക്കും ഭയങ്കര ആവേശം. ഞങ്ങൾ അങ്ങോട്ടും കൂടെ കയ്യൊക്കെ കൊടുത്ത് എന്തായാലും കിട്ടാൻ പോവല്ലേ. ഞാൻ വേഗം വീട്ടിൽ പോട്ടെ പെണ്ണുങ്ങളോട് പറയാ. കാരണം ഞാനും ഗാന്ധിജി എത്ര കാലമായിട്ട് അധ്വാനിക്കണത് അത് കിട്ടാൻ. പെണ്ണുങ്ങളോട് പോയി പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് എണീറ്റതാണ്. ഈ എണീറ്റപ്പോ സുബുന്റെ ഒരു പിടുത്തം നിങ്ങൾ അടിക്കി എന്നെ പിടിച്ചടി ഇരുത്തി. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേടോ? അപ്പൊ സുബ് വലത്തോടത്ത് പുറത്ത് രവിയുണ്ട്, തന്റെത്തോപ്പിണ്ട്, വലുതൊക്കെ ഉണ്ട്. അതെ ഇന്നിപ്പോ ഏതായാലും മുമ്പൊക്കെ ഇത് കിട്ടുക. എന്നോട് പറയണേ, കേക്കണേ നിങ്ങള്. ഇതിപ്പോ ഏതായാലും മുമ്പൊക്കെ ഇത് കിട്ടുക. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഒരു പ്രധാനമന്ത്രി വേണല്ലോ കണ്ണാരട്ടാ. ഞങ്ങൾ നോക്കിയിട്ട് ഇപ്പൊ നിങ്ങളെ കാണുള്ളൂ. ഉള്ളതാണ് ശിവൻ തയ്ക്കങ്ങോട്ടെ പോണേ. കഴിഞ്ഞില്ല. അത് പറ്റൂല്ലോ മോനെ. അത് ചവിട്ടിൽ വെക്കല്ലേ. ഇത് കേക്ക് ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്. കേക്ക് ശിവാന്ത അത് മുഴുവൻ കേക്ക് ഇങ്ങനെ തന്നെ ആവണമെന്ന് ഞാൻ പറഞ്ഞ സുബു നടക്കൂല മോനെ. എനിക്ക് പറ്റൂല. ഇതെന്താ ചില്ലറ ഉത്തരവാദിത്തം? ഇത് കേരളം ഭരിക്കും, ഇന്ത്യ ഭരിക്കല്ലേ. സംഭവം എനിക്കൊക്കെ പറ്റൂ. ഇവരിത് പറയാൻ വേറെ കാരണമുണ്ട്. ഇവരെ കൂട്ടത്തിൽ ഒരു 8ാം ക്ലാസ് പാസ്സായത് ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കഥ ഉണ്ട് ഇതാ. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കിത് പറ്റൂല. നിങ്ങൾ ഗാന്ധിജിനോട് പറഞ്ഞു നോക്കി. ഗാന്ധിജി എന്താ പറയാ? ഗാന്ധിജിക്കും പറ്റൂല എന്ന് പറയാൻ. അതാണ് ഞാൻ പറഞ്ഞു. ഞാനും ഗാന്ധിജി ഒരേ റൂട്ടാണ്. എനിക്ക് പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട സുബു അയക്കോ, അല്ലെങ്കിൽ താന്റേക്ക് രവിക്കാണ് രവിക്ക് കൊടുത്താ, അല്ലെങ്കിൽ നിങ്ങൾ നെഹ്റുവിന് ആയിക്കോളി. അത് പറഞ്ഞു ഞാനങ്ങോട്ട് എണീറ്റ്. ഞാൻ എണീറ്റ് അങ്ങോട്ട് പോകുമ്പോ എന്നോട് സുബു ഒരു വർത്താനം എന്നോട് പറയേണ്ടവർ അറിഞ്ഞോളുന്നു. ഒരു കുളത്ത് മൂടില് അറിയണ്ടവർ അറിഞ്ഞോളുന്നു. ഞാൻ പറഞ്ഞു അടക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ വീട്ടിൽ പോയി ദാശാണിയോട് വിവരം പറഞ്ഞു. എടി കിട്ടി കേട്ടോ, കിട്ടി ഇന്ന് രാത്രി കിട്ടാന്ന് പറഞ്ഞു. ഓള് ഭയങ്കര സന്തോഷമായി വെക്ക്. അപ്പൊ ഞങ്ങള് വൈകുന്നേരം അങ്ങനെ ഇരുന്ന് കട്ടൻ ചായ കുടിക്കുക വീട്ടിന്റെ ഉമ്മറത്തിരുന്നിട്ട്. അപ്പൊ എന്റെ വീട്ടിന് മുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് നിർത്തിക്കണം. ഓട്ടോറിക്ഷ ആരാ ഇറങ്ങണത്? ആരാണ് ചോയ്ക്കി? ആരാണ്? നെഹ്റുടോ. നെഹ്റു ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരാ റോസ്പൂ ഒക്കെ പിടിച്ചിട്ട്. അത് വെറുതെ നെഹ്റു റോസ്പൂ പിടിക്കല്ല ചെയ്യാം. ഇങ്ങനെ വസ്ത്രത്തിൽ ഇങ്ങനെ അത് ഓട്ടോറിക്ഷ ഇറങ്ങുമ്പോ വീണോ ഏതാ എന്നിട്ട് എടുത്ത് കൈമ പിടിച്ചാ. ഇതിനൊക്കെ ചോദ്യം ചെയ്താൽ എന്താ നെഹ്റു? ഞാൻ ചോദിച്ചാ എന്താ നെഹ്റുട്ടാ, എന്താ നെഹ്റുട്ടാ? അപ്പൊ ദാശാനിയാ ചായ എടുക്കേ നെഹ്റുട്ടം വന്നിട്ട് അറിഞ്ഞ് ഇരിക്കുന്ന പറഞ്ഞു. അപ്പൊ നെഹ്റു കണാരാ ജന്യാവണം പ്രധാനമന്ത്രിയുടെ ഇവരാവശ്യമാണ്. ഇത് സൂപ്പ് പറഞ്ഞേച്ചാണല്ലോ. ഞാൻ പറഞ്ഞു നെഹ്റുട്ടാ ഇത്രയും കാലമായിട്ട് നിങ്ങളോട് ഞാൻ അർത്ഥമുറത്തൊരു കാര്യം പറഞ്ഞില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എനിക്ക് പറ്റൂല. എന്താ കണാരേട്ടാ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി എല്ലാവരും. ഞാൻ പറഞ്ഞു നടക്കൂല. നിങ്ങൾ ഗാന്ധിജിയോട് പറയും. ഗാന്ധിജി എന്താ പറയാ? ഗാന്ധിജിക്ക് പറ്റൂല എന്നല്ലേ പറയുള്ളൂ. എനിക്കും പറ്റൂല. നിങ്ങൾക്ക് ആരാച്ചായിക്കോളി. നിങ്ങൾ സുബുവിനെ ആയിക്കോളി, അല്ലെ രവി, അല്ലെ നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഒപ്പിയുണ്ടല്ലോ നിങ്ങൾ ആയിക്കോളി എന്ന് പറഞ്ഞു. പറ്റൂല അറിയാ. അപ്പൊ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ചായ പിടിച്ചു പോയിക്കോളൂ. ആശാനെ ചാ നിന്നില്ല. എണീച്ച് പിണങ്ങി പോയിക്കാൻ ഇണങ്ങിപ്പോട്ടെ. അതേ ഓട്ടോറിക്ഷയിൽ തിരിച്ചു പോയിക്കാൻ. അപ്പൊ ഭാര്യം പറഞ്ഞിട്ടോ സംഘം. ഞാൻ പറഞ്ഞു മോളെ നടക്കൂല. പിന്നെ ഞാൻ അന്ന് ടൗണിൽ പോയില്ല. ടൗണിൽ പോയതിന്റെ തലയിലിട്ടു പോയില്ല. കേൾക്കണെങ്കില് രാത്രി ഞാൻ എന്താക്കി നേരത്തെ കിടന്നുറങ്ങി തന്നു. സന്തോഷം. ഇനിയിപ്പോ യുദ്ധം ചെയ്യണമെന്ന് പോകണ്ടല്ലോ. കിട്ടിയല്ലോ. ഞാൻ ദാശാണി ഞാൻ കൂടെ നേരത്തെ ചോറൊക്കെ തിന്ന് അയില മുളകുട്ടും ചോറൊക്കെ ഒക്കെ തിന്നിട്ട് 8:15 കിടന്നുണ്ടാവും ഞങ്ങൾ. എന്റെ ബിജീഷെ ഒരു 11 കാലായിണ്ടാവും. 11 കാലായപ്പോ ശിവാന്ത ഇന്നെന്തൊരു തോണ്ടല്. ഭാര്യ എന്തിട്ടാണ് ഈ ചെക്കനോട് ഇതൊക്കെ പറയണ? പ്രായത്തിന്റെ അല്ല എന്തെത്താണ് ഓളിപ്പത്തി വയസ്സാലത്ത് ഓള് തോണ്ടിട്ട് എന്തെത്താണ്? ഇതൊന്നല്ല കയ്യോണ്ടൊന്നല്ല മരം കൊണ്ടൊക്കെ തോണ്ടുമ്പോലെ ഒരു തോന്നല. മരം കൊണ്ടൊക്കെ തോണ്ടല് മാത്രല്ല ഒരൊച്ചേ അപ്പൊ ഇതന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് ചൂട് കാലാണ്. അപ്പൊ ചൂട് കാലത്ത് ഞങ്ങൾ ജനലൊക്കെ തുറന്നിട്ടാ ഞാൻ ദാശാണി കിടക്കല്. ജനലിനുള്ളിൽ കൂടെ ആരും ഒപ്പിക്കണ പരിപാടിയാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തലാനന്റെ അടിയിൽ നിന്ന് 8 കെട്ട ടോർച്ചും ഇങ്ങോട്ട് എടുത്തിട്ട് ആരാണ്ടാ എന്ന് വെച്ചിട്ട് ജനലിലേക്ക് ടോർച്ച് ഇങ്ങനെ അടിച്ചതാ. ജനലിൽ ആരാ നിക്കണേ? ചോദിക്കണോ? ആരാ നിക്കണേ? ഗാന്ധിജിയടാ. എങ്ങോട്ടാ പോണേ? അല്ലാണ്ട് വെറുപ്പിച്ചാളുണ്ട്. ഇത് കേക്ക് ഇരിക്കും. അതിന്റെ അത് അവസാനം എത്തിയില്ല. വിജീഷ് ചെവിട്ട് നിൽക്കും മോനെ. കേക്ക് ഒരു ഗാന്ധിജി ഉണ്ടല്ലോ ജനലിന്റെ മേലെ വന്നിട്ട് ഇങ്ങനെ നിക്കുക. ഗാന്ധിജി എന്താ സ്പൈഡർമാൻ അങ്ങനെ പറ്റി നിക്കാൻ? ഏടോ ജനലിന്റെ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് മൂപ്പരെന്താ ചെയ്യണത്? മൂപ്പര കയ്യിലൊരു ബഡി ഉണ്ടാവില്ല. ഈ ബഡിട്ട് ഇന്നിങ്ങനെ തോണ്ടിയാ കണാരാ എണീക്ക് എന്ന് പറഞ്ഞാ തോണ്ടിയാ തോണ്ടലാ. ഞാൻ നേരത്തെ കേട്ട് ഞാൻ എണീച്ച് ലൈറ്റ് ഇട്ടിട്ട് ഞാൻ എന്തെത്താ ഗാന്ധിയത്? നിങ്ങൾക്ക് നേരം പൊലിച്ചൊന്നുമില്ലേ? ഇയാള് തലയിൽ മുടിയും കൂടി ഇല്ലാണ്ട് തണുപ്പത്തിറങ്ങി നടക്കണ്ട വല്ല. അപ്പൊ എന്നോട് അറിയാം ഈ പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങൂല. നിങ്ങളെ ഐഡിയ എന്താന്ന് എനിക്കറിയാം. നിങ്ങളെ നെഹ്റു പറഞ്ഞ വെച്ചല്ലേ ചോദിച്ചേ.
മനസ്സിലായി. വായിലാൻ തുറന്നെടുത്തില്ല. മൂപ്പര് ജനൽക്കൽ നിന്നിട്ട് സങ്കടത്തിട്ട് കണ്ണ് നിറച്ചിട്ട് കണ്ണാരാ ഈ ആവണം, ഞാൻ ഓർക്ക് വാക്കൊടുത്ത് പോന്നായിപ്പോയി. ഞാൻ പറഞ്ഞ ഗാന്ധിജിയെ നടക്കൂല, എനിക്ക് നിങ്ങളോട് ഒരു ബഹുമാനമുണ്ട്, ആദരവുണ്ട്, ഒക്കെ ഉണ്ട്. അത് ഇല്ലാണ്ടാക്കരുത്. എന്റെ ദേഷ്യപ്പെട്ട മുഖം കണ്ടിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളിയാണ്, നിങ്ങൾ വേറെ ആരാ ചായിക്കോളി, എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ഒരു ഐഡിയ, മൂപ്പര് ദാക്ഷാണിനോട്, എന്റെ ഭാര്യനോടെ, ദാക്ഷാണിയായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഓള് എറിഞ്ഞ് ഞാൻ കൊറേ പറഞ്ഞു നോക്കി. മൂപ്പര് പറഞ്ഞു മൂപ്പർക്ക് പഴയ സ്റ്റാമിന ഒന്നും ഇല്ലാന്നാണ്. അങ്ങനെ ഞാൻ കൊറേ പറഞ്ഞു ഗാന്ധിജി കേട്ടില്ല. അവിടെ തന്നെ നിൽക്കുക ജനലില്. അവസാനം ഞാൻ എന്താക്കി, ഞാൻ ജനലിന്റെ പൊളി ഒറ്റ അടക്കല, അങ്ങനെ അടച്ചാഞ്ഞ്. അല്ല എന്ത് ഗാന്ധിജിയോടോ എത്ര നേരം വെച്ചത് ഇങ്ങനെ കേൾക്കുക, നിങ്ങൾ തന്നെ ആവണം, നിങ്ങൾ തന്നെ ആവണം എന്ന് പറയും. ആർക്കായാലും വെറുത്തു പോവില്ലേ? ഞാൻ വാതിലടച്ചു. അപ്പൊ ഭാര്യയും പറഞ്ഞു മോശമായി പോയെന്ന്. ഞാൻ മോശം നോക്കിയില്ല. മുപ്പര് വാട്ടിന് പോയി. ഞാനും ഭാര്യയും സുഖമായിട്ട് കിടന്നു പറഞ്ഞു. കിടന്ന് സുഖമായിട്ട് കിടന്നു തുടങ്ങി. രാവിലെ നേരം വെളുത്തപ്പോഴല്ലേ വിവരോ? നേരം വെളുത്തപ്പോ എന്താ വിവരോ? പത്രം വന്ന് കിടക്കുക മുറ്റത്ത്. പത്രം ഞാൻ എടുത്ത് കേസരി എടുത്തപ്പോ എന്താ വെണ്ടക്ക അക്ഷരത്തിൽ പത്രത്തിൽ എഴുതി വെച്ചേ? എന്താ എഴുതി വെച്ചേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പം വലിയ കാര്യം. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പിറ്റേ ദിവസം വരുന്ന പത്രത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നല്ലേ ഉണ്ടാവുക? അതെല്ലാം വിജീഷേ, അതിന്റെ താഴത്തുള്ള വെണ്ടക്ക നോക്ക്. താഴത്തുള്ള വെണ്ടക്ക പോയിട്ടോ പേപ്പർ ഇനി വെണ്ടക്ക അക്ഷരത്തിലെ താഴത്തെ എഴുതി വെച്ചെന്നാണ് നമുക്ക് കണാരൻ പിന്മാറി, നെഹ്റു പ്രധാനമന്ത്രി. കണാരൻ പിന്മാറി, നെഹ്റു പ്രധാനമന്ത്രി. ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ കേട്ട് സഹിച്ചതിന് ഇതന്നെ കിട്ടണം കേട്ടോ. ഞങ്ങളോട് പറഞ്ഞേ ഈ പഞ്ചായത്തിൽ ഇനി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനിയെ പിന്നാക്കാനൊന്നും നോക്കൂല. വെറുതെ മനുഷ്യന്റെ സമയം കളഞ്ഞ് നീക്കണം. അവിടുന്ന് അവിടെ വെക്കത് ഇപ്പൊ നീക്കണം. പോണം മേലാലി പീടിയ കയറി പൈസ ഒരാളും തരണ്ട. അല്ലെങ്കിൽ ഇപ്പത്തെ കുണ്ടന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പത്തെ കുണ്ടന്മാർ എന്നോട് എനിക്ക് പറഞ്ഞിട്ടാ കാര്യമില്ലാത്ത.